നമസ്കാരം ഗൈസ്, ബിenvenido a Cuba. നമ്മുടെ ഇന്നത്തെ യാത്ര ക്യൂബക്കിലേക്കാണ്. ക്യൂബക്ക് നോർത്ത് അമേരിക്കയിൽ തന്നെ ഏറ്റവും പഴയ സിറ്റിയാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് സ്പീക്കിംഗ് ആണ് അവിടെ. ഭൂരിപക്ഷം ആൾക്കാരും ഫ്രഞ്ചാണ് അവിടെ സംസാരിക്കുക. അവിടുത്തെ ടൗണും കാര്യങ്ങളെല്ലാം ഒരു യൂറോപ്യൻ സ്റ്റൈലാണ്. അപ്പൊ അവിടേക്കാണ് നമ്മുടെ ഇന്ന് യാത്ര. ഓക്കെ ഗൈസ്, നമ്മുടെ ക്യൂബക്കിന്റെ വഴിയിൽ നമ്മളൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. ആ സ്ഥലത്തിന്റെ പേര് പോളസ്റ്റോക്കിയ കൾച്ചറൽ സൈറ്റ് എന്നാണ്. നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലം, നല്ല ലേക്ക് വ്യൂവും എല്ലാം ആയിട്ടുള്ളൊരു സ്ഥലം, നല്ല അടിപൊളി സ്ഥലം. നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് ക്യൂബക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്യൂബക്കിന്റെ സൈറ്റിൽ തന്നെ പോയ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് അത്രയും സമയമില്ല. ആ ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകാനാണെങ്കിൽ മിസ് ചെയ്യാത്ത സ്ഥലങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിരിക്കും. ഓൾഡ് ക്യൂബക്കിലാണ് തിരക്ക് കൂടുതൽ. അപ്പോൾ നമ്മൾ മാറി ഒരു 8 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പ്ലെയിൻസ് ഓഫ് അബ്രാം ക്യൂബക്കിലെ സ്ഥലമാണ്. നമ്മൾ പാലക്കാട് കണ്ണക്കോട്ട മൈതാനല്ലേ, അതും ഒരു എന്താ പറയുക ഒരു കോട്ടയും അതുപോലെ അനുബന്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കോട്ടയും. 1759 ഫ്രഞ്ചും അതുപോലെ ബ്രിട്ടീഷുകാരും വാർ നടന്ന ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബാറ്റിൽ ഫീൽഡായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനൊക്കെ ഉള്ള സ്ഥലം. പ്ലെയിൻസ് ഓഫ് അബ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയെടുത്ത് ആ സ്ട്രീറ്റ് കൂടെ ഇറങ്ങിപ്പോയി. എന്താ പറയുക, രണ്ട് സൈഡും ഒരു യൂറോപ്യൻ ടച്ചിലുള്ള ബിൽഡിങ്ങും പിന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഷാറ്റോ ഫൗണ്ടൻ. ക്യൂബക്കിലെ ഏത് ഫോട്ടോ എടുത്താലും ഈ ഷാറ്റോ ഫൗണ്ടനൊക്കെ കാണാത്തൊരു ഫോട്ടോ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അതിൻ്റെ എൻട്രൻസ് എത്തി ഉള്ളിൽ കയറി നമ്മൾ ചോദിച്ചു അവരുടെ അടുത്ത്. നമ്മൾ ബേസ്മെൻറ്റൊക്കെ കണ്ടോട്ടിരുന്നു. ബേസ്മെൻറ്റും ഫസ്റ്റ് ഫ്ലോറൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അതിൻ്റെ ആകാംക്ഷയിൽ നമ്മൾ ചോദിച്ചു, ചേച്ചി ഇവിടെ നിൽക്കാനായിട്ട് നമുക്ക് എത്ര ചാർജ്? ഇപ്പോൾ ഒരു ബെഡ്റൂം $750, നാട്ടിലത്തെ ഒരു 47,250 രൂപ ഒരു ദിവസത്തെ സ്റ്റേ. അതൊക്കെ കണ്ടു, ഭംഗിയൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ അടിപൊളി സർക്കസ് പരിപാടിയില്ല. ചേട്ടൻ ചാടുക, മറിയുക, കുന്തത്തിന് മുകളിൽ കയറുക, അവിടെ നിന്ന് നിലത്തേക്ക് ഇങ്ങനെ വീഴുക. അടിപൊളി പെർഫോമൻസ് ആയിട്ട് ഒരു ഇഷ്ടം പോലെ കലാപരിപാടിയാണ് പുറത്ത് നടന്നുകൊണ്ടിരുന്നത്. കാണികൾ കാണാനും അടിപൊളി, നല്ല കയ്യടി നേടിയ ചേട്ടൻ. പിന്നെ നമ്മൾ പുറത്തിറങ്ങി അവിടുത്തെ അടിയിലൊരു ബേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ടൂറിസ്റ്റുകൾക്കൊക്കെ കാണാൻ പറ്റാവുന്നതും കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഗതിയായിരുന്നു. അതിൻ്റെ ബേസ്മെൻറ്റ് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ കിച്ചൺ സ്റ്റാഫും അതുപോലെ തന്നെ അവരുടെ താമസിക്കുന്ന മുറികളും അവരുടേതായിട്ടുള്ള ഓവണും അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞു, ഓഫീസ് തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി. അപ്പോൾ എവന്യൂ കത്തിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടത്. അവിടത്തേക്ക് നമ്മൾ വിട്ടു, അടച്ചാണ്ട് വിട്ടില്ലേ. പിന്നെ അവിടെ നല്ല സ്ഥലമാണ്. സ്റ്റോളുകളായാലും ബൊട്ടിക്കുകളായാലും ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉള്ള സ്ഥലമാണ്. എവന്യൂ കത്തിയ എന്ന സ്ഥലം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെറ്റി ഷാംപ്ലിൻ. ഇത് ക്യൂബക്ക് ഓൾഡ് സിറ്റിയുടെ ലോവർ പോർഷൻ ആയിട്ടുള്ള സ്ഥലമാണ്. ലോവർ പാർട്ട് ഓഫ് ദ ഓൾഡ് ക്യൂബ സിറ്റിയാണിത്. പിന്നെ നമുക്ക് കാണാനുള്ളതൊക്കെ ഇവിടെ തന്നെയാണുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ കാറ് അല്ലെങ്കിൽ വണ്ടികൾ കൊണ്ടുവന്നത് നമ്മൾ പബ്ലിക് പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രീറ്റിൽ എക്സ്പ്ലോർ ചെയ്യുക. പെറ്റി ഷാംലിൻ നമ്മൾ പിന്നെ പോകുന്നത് പ്ലേസ് റോയാൽ എന്നാണ്.
അതാണ് ക്യൂബക് സിറ്റിയുടെ ബെസ്റ്റ് പ്ലേസ്. പിന്നെ അതിമനോഹരമായിട്ടുള്ള മ്യൂറൽ പെയിന്റിംഗ് ഉണ്ട്. 400 വർഷം പഴക്കമുള്ള ചരിത്രം മൊത്തം ആ മ്യൂറൽ പെയിന്റിങ്ങിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫെറി സർവീസ് താല്പര്യമുള്ളവർക്ക് അതിന് തൊട്ടടുത്ത് തന്നെ ഫെറി സർവീസുകളുണ്ട്, ഒരുപാട് ഫെറി സർവീസുകളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മോൺമോറൻസി വാട്ടർഫോൾ ക്യൂബക് സിറ്റിയിലാണ്. ക്യൂബക് ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ വാട്ടർഫോൾ ഉള്ളത്. 83 മീറ്റർ ഹൈറ്റിലാണ് ഈ വാട്ടർഫോൾ ഉള്ളത്. നയഗര വാട്ടർഫോളിനേക്കാളും ഏറ്റവും ഹൈറ്റിലാണ് ഈ വാട്ടർഫോൾ ഉള്ളത്, മോൺമോറൻസി വാട്ടർഫോൾ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതിൽ പോകണമെങ്കിൽ ഒരു വേ നമുക്ക് കേബിൾ കാർസ് ഉണ്ട്, അതുവഴി നമുക്ക് മുകളിലേക്ക് എത്താം. പിന്നെ അതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന സിപ്പ് ലൈനുകളുണ്ട്, നമുക്ക് കമ്പി കൂടെ ഊർന്ന് പോണ സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ 500 സ്റ്റെപ്പിന് താഴെയുള്ളതാണ് ഈ സ്റ്റെപ്പുകൾ കാണുന്നത്. ഈ സ്റ്റെപ്പുകൾ കയറിയാൽ നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ ടോപ്പിലെത്തും. നമ്മൾ സജസ്റ്റ് ചെയ്യുക കേബിൾ കാർട്ട് വഴി കയറി നമ്മൾ ഈ വഴി കൂടെ ഇറങ്ങി പോകണമായിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി.